പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ സ്പെഷ്യൽ ബാലറ്റുകളിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന പരിശോധന തുടങ്ങി. ഹൈക്കോടതിയുടെ കസ്റ്റഡിയിലുള്ള സ്പെഷ്യൽ ബാലറ്റുകൾ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ സാമഗ്രികളാണ് പരിശോധിക്കുന്നത്. CM പ്രകാശ് ചേരുന്നു. പ്രകാശ്, പരിശോധന ആരംഭിച്ചു. ആരൊക്കെയാണ്? CN പ്രകാശ് ചേരുന്നു, നിയമകാര്യ ലേഖകൻ. പ്രകാശ്, പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? അഭിഭാഷകരെല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? വിവരങ്ങൾ. തീർച്ചയായും അല്പം മുമ്പാണ് പരിശോധന ആരംഭിച്ചത്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ സ്പെഷ്യൽ ബാലറ്റുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. ഹൈക്കോടതിയുടെ സെക്കൻഡ് ഫ്ലോറിലുള്ള പ്രത്യേക റൂമിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നത്. അഭിഭാഷകർ, ഇലക്ഷൻ കമ്മീഷന്റെയും വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും അഭിഭാഷകർ, ഹർജിക്കാരുടെയും എതിർവിഭാഗത്തിന്റെയും അഭിഭാഷകർ അടക്കം ഇതിൽ സന്നിഹിതരായിട്ടുണ്ട്. അല്പം മുമ്പാണ് ഈ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള സ്പെഷ്യൽ ബാലറ്റുകൾ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ സാമഗ്രികളാണ് പരിശോധിക്കുന്നത്. കേസിൽ ഇലക്ഷൻ കമ്മീഷനെയും കക്ഷി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെയും അഭിഭാഷകർ അതിൽ പങ്കെടുക്കും. നേരത്തെ തീരുമാനിച്ച പ്രകാരം 1:30 തന്നെ പരിശോധന ആരംഭിച്ചു. കേസിലെ കക്ഷികൾക്കൊപ്പം അവരുടെ അഭിഭാഷകരും ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് ഈ പരിശോധന ഇപ്പോൾ നടത്തുന്നത്. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് ഇടത് സ്ഥാനാർത്ഥി KPM സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിട്ടുള്ളത്. എണ്ണാതെ മാറ്റിവെച്ച 384 തപാൽ വോട്ടുകൾ എണ്ണാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. UDF-ലെ നജീബ് കണ്ടപുരം കേവലം 38 വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. തപാൽ ബാലറ്റുകളിൽ ഒരെണ്ണം കാണാനില്ലെന്ന് ഹൈക്കോടതിക്ക് റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. 5ാം ടേബിളിൽ ഉണ്ടായിരുന്ന ബാലറ്റുകളുടെ ഒരു കെട്ടാണ് കാണാതായിട്ടുള്ളത്. നന്ദി, CN പ്രകാശ്.